ഇത്രയും മൂഞ്ച് തിരുവാതിര ലൈബ്രറി കുഴിയാണോ നിർണോഫ് എല്ലാം ഉണ്ട്. മനുഷ്യന്മാരോട് ചോദിച്ചാ നീ പൈപ്പ് ലൈനൊക്കെ പോയിരിക്കുന്നു. അതാണ് നമ്മുടെ കയ്യിൽ. നിങ്ങളെ സ്ഥാനം മാറ്റി പിടിക്കണ്ട. ഈ വൈറ്റ് ഗോൾഡ് ഭയങ്കര പ്രശ്നമാണ്. തലവേദനാവും. അല്ല ഇവിടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും. അതിന് ഓൾഡ് മന്ത് അതെ, ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ചുമ്മാ തമാശ പറഞ്ഞില്ലേ. അധികം ആരും പോവാത്ത വഴിയാണ്. പ്രാന്തിനെ പറഞ്ഞുകൂടാവോ? ആ കല്ല് ഇളകിയിട്ടില്ല കേട്ടോ. ഇവിടെ സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലേ? സൗണ്ട് ഇഷ്യൂ ഉണ്ട് ഇവിടെ. ഇവിടെന്താ എന്ത് പറയാനില്ല, ഇവിടുന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല. ഇതാണോ പറഞ്ഞത്? ഇവിടുന്ന് കയറുന്ന മുന്നേ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇവിടെ കയറിയത്. മാക്സിമം ഒച്ചടക്ക സീനൊന്നുമില്ല. അപ്പൊ ഇവിടെ പുലി അങ്ങനത്തെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പേടിക്കുന്നു വേണ്ട. അല്ല, പുലി ഇറങ്ങുമ്പോൾ സൗണ്ട് കേട്ടാ പേടിച്ച് ഓടാവുന്നുള്ളൂ. പിന്നെ അതിക്ക് ഈ തണുപ്പ് നേരെ മഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പൊ അത് വലിയ സീനൊന്നുമില്ല. പറിക്കാണ്ടെന്നാ മതി. ഓക്കെ, പറിച്ച് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ആവും. ചൊറിച്ചല് അങ്ങനത്തെ പിന്നെ അങ്ങനത്തെ പറിക്കാണ്ടെന്നോ ഓട്ടോമാറ്റിക് വീണോളൂ. ഓക്കെ, അപ്പൊ കേറല്ലേ എല്ലാവരും? എന്താ സംശയം? അപ്പൊ ബാക്കിൽ കേട്ടോ. പിന്നെ ആദ്യം അറിയേണ്ടത് ഓണം അറിയണം. അങ്ങനത്തെ ഒരു വടിവാണ് കേട്ടാ. ഞാൻ ഇവിടെ കൊണ്ടുപോയല്ലോ. അങ്ങനത്തെ ഒരു വടി വന്നിട്ട് ഇപ്പൊ ഇറങ്ങാണ്ട് ഞാൻ എടുത്തു വെച്ച് തന്നല്ലേ. എന്തിനാ സപ്പോർട്ട്? അതെ അതെ അതെ. ഇത് നമ്മള് അപ്പടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 മരം തന്നെ. ഞാൻ ഇറങ്ങി നമ്മൾ 4 വിട്ടു. കൊച്ചല്ലേ മറ്റേ കടിച്ച പെട്ടെന്ന് പോകും. നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗൈഡ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? അനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സേഫ്റ്റിക്ക് വടിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഇത്രയും പേരുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല മികച്ച ഒരു ഇതായിരുന്നു ഇത്. ഇതെന്തോ ഇവിടെ അവിടെ എടുത്തിക്കുന്ന ഒന്നുമില്ല പറയാൻ. ഇതൊന്നുമില്ല. ഇത് ഞാൻ സ്പീഡിൽ പോലെ ടൈം ലാപ്സ്. പക്ഷെ എൻ്റെ കറക്റ്റായിട്ട് പോകും. എഫക്റ്റ് ഇല്ലാതിരിക്കുക എന്നതാണ്. ആദിവാസികളെ അടുക്കിയതാണിത്. ഒരിക്കലും ഇങ്ങനെ കാട്ടിയവരുണ്ട്. പഴശ്ശിരാജയുടെ കാലത്ത്
സ്റ്റേജ് പറഞ്ഞപ്പോ അവിടെ കഴിഞ്ഞ് എനിക്കൊന്നും പറയില്ല. നമ്മുടെ പുറകിൽ എല്ലാവരും വരുന്നുണ്ട്, മുമ്പിലും കുറേ പേര് പോകുന്നുണ്ട്. പോകാം, ഒളിഞ്ഞു നിൽക്കുകയാണ്. കാപ്പിക്കുരു അല്ലേ? കാപ്പിക്കുരു ഏലക്ക മാത്രം ഉണ്ടാവും. ഇതാണ് കാപ്പിക്കുരു. ഇത് പഴുതിന് ശേഷം ഉണക്കാക്കും. ഇത് കാപ്പിക്കുരു. ഇത് ഈ കാപ്പിക്കുരു ഉണക്കാൻ വെച്ചിട്ട് വറുത്തെടുത്തു. സൈലൻസ് സൈലൻസ് സൈലൻസ്. പുഷ്പയെ വിളിക്കണം. കുരുമുളകൊക്കെ തോട്ടം വെച്ച് പിടിപ്പിച്ചാണോ അതോ ഓൾറെഡി വന്നാണോ? കുരുമുളക്, കാട്ടുകുരുമുളക്. ഇത് ഓട്ടോമാറ്റിക് വന്നായിരിക്കും അല്ലേ? ക്യാമറമാനോടൊപ്പം സ്വന്തം റേഞ്ച് ചെയ്യാൻ കളയും. മര്യാദ നടന്നു ഓരോന്നിക്ക് വരും. എടാ മക്കളെ, എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്റെ പേജ് ഇത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓ അങ്ങനെ. എന്റെയും എടാ എന്റെ പേജിൽ മറ്റേ യാത്രയാണ്, ഒരു യാത്ര എല്ലാവർക്കും പിയ്യ കൊടുക്കുന്നു. ഇത് മഴ മാറി വെച്ചതാണ്. ഒരു മിനിറ്റ്. പുള്ളിക്ക് പിടിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ വേണേ കാണിച്ചു കൊടുക്കാം. എന്നെ നോക്കിയ ആള് പുലിക്ക് നെയ്യുള്ളതാണ് വേണ്ടത്. പ്രോട്ടീൻ നോക്കി എടുക്കുള്ളൂ. പുലിക്ക് നെയ്യുള്ളത് വേണം. നെയ്യ് കുറവാ. കാട്ടുപോത്ത് എന്ന സ്ഥലമാണെന്നാ പറയണത്. ആനയാണല്ലേ? ആനയാ? അയ്യോ ചായ. കിടന്നുറങ്ങിട്ട് വരണം. ഇതുവരെ മതിയില്ല, ഇനി പോണോ? കുറേ ഉണ്ടോ? ഞാനെ കണ്ടിട്ടില്ല, അത് കാണട്ടെ. കുറച്ച് ഡേഞ്ചർ സോൺ ആണ്, കുറച്ച് ഡേഞ്ചർ സോൺ ആണ്, ശബ്ദമാണ്. പുള്ളി ഫ്രണ്ടിൽ ഈ റെഡ് കൊടിയാണ് ഇവിടെ അപായ സൂചന. പുലി അതെല്ലാം വരാന്നുള്ളൊരു ഇതാണ് അല്ലേ? അവിടെയും റെഡ് ഉണ്ട്. ഇതാണ് ആനയ്ക്ക് ഇഷ്ടപ്പെട്ട പുല്ലാണത്, ഭക്ഷണം. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ആന വന്ന ലക്ഷണമുണ്ട്. പുലിയല്ല, ആന ഉരുതി ഇറങ്ങും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കുട്ടിന്നല്ല, വലുതായാലും അതിങ്ങനെ ഇറങ്ങൂല, അത് ഉരുതി ഇറങ്ങുക ചെയ്യാം. ഹെൽത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഏലമാണ്.
നല്ല മണം. ആദ്യമായിട്ടാണ് നമ്മൾ ഏലം ലൈവായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയാണിത്. ഇതിൻ്റെ ആ അറ്റത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നത്. കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ മല കയറി അത്യാവശ്യം ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടാണ്. ഇനിയും ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഒരുപാട് ദൂരം പോകണല്ലേ. നമ്മളിപ്പോൾ ഏലത്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏലത്തോട്ടമല്ല, എന്തോ ഒരു തോട്ടം. ആരാ അതാ ഗായ്സ്, നമ്മൾ പുറത്തുള്ള വഴി കണ്ടിരിക്കുന്നു ഗായ്സ്. കൊള്ളാം, നല്ല വൈബ് സ്ഥലം. ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മള്. അതെ, പിന്നെ കയറിയ പോലെ നമ്മൾ തിരിച്ചു. നിങ്ങളല്ലേ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു? അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താണ് ഏലം തോട്ടത്തിനൊക്കെ അകത്താണ്. ഇത് മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതല്ല. ഇത് ഫുള്ള് കാട്ടിൽ ഓൾറെഡി വന്നിട്ട് വിളഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ഓക്കെ, കം. പിന്നാലെ വന്നു. അപ്പോൾ നമ്മുടെ ഗൈഡും നമ്മുടെ കൂട്ടരൊക്കെ പോയിരിക്കുന്ന വഴി ഇതാണ്. നമ്മൾ ഇതിനകത്തൂടെ ഒരു 4 കിലോമീറ്ററാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കറക്റ്റായി വഴി അറിയില്ല. നമ്മൾ സൗണ്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, വീടാന്ന് പറഞ്ഞേ. ഇവിടെ ട്രഷർ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കാണിച്ചിട്ട് അട്ട കടിച്ചാണ്. സോറി, ട്രഷർ ഹണ്ടിങ് അല്ല, അട്ട കടിച്ചിരിക്കുകയാണ് അവരെ. സോ അതാണ് ഇതാക്കിയത്. അപ്പോൾ നമ്മുടെ ഇവിടെ പറയാനുള്ള കാര്യം, അട്ട കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൈകൊണ്ട് എടുക്കരുത്. ഒന്നില്ലെങ്കിൽ തീയിൽ കാണിക്കണം, അല്ലെങ്കിൽ ഉപ്പ്, ചുണ്ണാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അട്ട റിമൂവ് ആയിട്ട് പോകണം. ഓക്കെ, വരൂ നമുക്ക് ബാക്കി നമ്മുടെ ആൾക്കാരെ ചേച്ചി. കമോൺ ജീവക. നമ്മൾ വഴിതെറ്റി ഗായ്സ്. ഇവിടെ വാടാ. കമ്പിവേലിയുണ്ട്, നോക്കി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ കാട്ടുപോത്ത് പുലികളൊക്കെ ഇറങ്ങാറുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സിഗ്നലായിട്ടാണ് ഈ സാധനങ്ങൾ കണ്ടില്ല. ഇവിടെ വേലികളൊക്കെ ഉണ്ട്. ഓക്കെ, ചാടിക്കല്ല. ഇവിടെ ഒരു വേലിയുണ്ട്. മതി. എല്ലാവരും ഭയങ്കര അടിപൊളിട്ടോ. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ പ്രോഗ്രാംസും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്യാങ് പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഫുള്ള് ഗെയിമിലായിരുന്നു. സോ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് നിറയെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.